വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു ഉണക്കമീൻ കറി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഉണക്കമീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുട്ടനെന്നും കോരയെന്നും ഒക്കെ പറയുന്ന ഉണക്കമീനാണ്. ഇനി ഇത് നമുക്ക് വെട്ടി കഴുകി വെള്ളത്തിലിടാം. ഇതിൻ്റെ കൂടെ ഞാൻ ചക്കക്കുരുവും കൂടി ഇട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ ചക്കക്കുരുവും കൂടി ഇടുമ്പോൾ ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ചക്കക്കുരു അങ്ങ് പിടിച്ചോളും. അതുപോലെ നല്ല ടേസ്റ്റുമാണ് ചക്കക്കുരു ഇട്ട് ഉണക്കമീൻ കറി വെച്ചാൽ. ഞാൻ ചക്കക്കുരുവൊക്കെ പൊളിച്ച് അരിഞ്ഞ് കഴുകി എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ മീനൊക്കെ വെട്ടി കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല മീനായിരുന്നു. ഇനി നമുക്ക് ആ ചക്കക്കുരുവില്ലേ, ചക്കക്കുരുവിൻ്റെ കൂടെ ഒരു 4 പച്ചമുളകും കൂടെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം. പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുടംപുളി കീറി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ, ചെറിയ ഉള്ളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ ചട്ടിയൊക്കെ എടുത്തതിന് ശേഷം ആ ചക്കക്കുരുവും പച്ചമുളകും കൂടെ ഒന്ന് വേകാനായിട്ട് വെക്കണം. അതിൽ ഞാൻ ചക്കക്കുരുവിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ അടുപ്പത്ത് വെച്ച് ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കി ഒരു മൂടിയൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് വേകട്ടെ. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തു. തേങ്ങയും ചെറിയ ഉള്ളിയും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഞാൻ ചക്കക്കുരു മഞ്ഞൾപ്പൊടി ഇട്ടതാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇട്ടതിന് ശേഷം നമുക്കതിലൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയും കൂടെ ചേർത്തതിന് ശേഷം ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അതൊന്ന് അരച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കക്കുരുവിൻ്റെ മൂടിയൊക്കെ ഒന്ന് മാറ്റി നോക്കാം. ചക്കക്കുരു ഒരു പകുതി വേഗമായിട്ടുണ്ട്. പകുതി വേഗമാകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തു. അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ആ കുടംപുളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ടൊരു മൂടിയൊക്കെ വെച്ച് അടച്ച് വെച്ച് ഒന്ന് തിളയ്ക്കട്ടെ. ആ മൂടിയൊക്കെ മാറ്റിയിട്ടുണ്ട്. അരപ്പ് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണം പെറുക്കി ഇട്ട് കൊടുത്തു. ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി സ്പൂണിട്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് സ്പൂണിട്ട് ഇളക്കരുത്. കാരണം ഇളക്കി കഴിഞ്ഞാൽ മീനിൻ്റെ കഷ്ണമൊക്കെ അങ്ങ് പൊടിഞ്ഞു പോകും. ഇനി നമുക്ക് മൂടിയൊക്കെ വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടിയൊക്കെ മാറ്റി നോക്കാം എങ്ങനെയുണ്ട്. സ്പൂണ് ചെറുതായിട്ട് ഞാനൊന്ന് തൊട്ട് നോക്കുന്നേ ഉള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കഷ്ണമൊക്കെ പൊടിഞ്ഞു പോകും. എന്നിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തു. അതിന് ശേഷം മീനൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഞാൻ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബൗളിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. ചോറിൻ്റെ കൂടെ കഴിക്കാനും കപ്പയുടെ കൂടെയും ചക്കയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഉണക്കമീൻ കിട്ടുമ്പം ചക്കക്കുരു ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ. എന്നിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.